ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒന്നാമത്തെ പാഠഭാഗമായ പീലിയുടെ ഗ്രാമം എന്ന ചാപ്റ്ററിലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ നോട്ട്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആക്ടിവിറ്റീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. ഇത് മലയാളം മീഡിയമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമതായിട്ട് കൂട്ടത്തിലെ 5ാമത്തെ ആളായി നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? എൻ്റെ പേര് ഡാഷ്, എൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എഴുതാം. ഞാൻ ഒരു ഗ്രാമത്തിലാണ് എന്നെഴുതാം, അല്ലെങ്കിൽ പട്ടണത്തിലാണ് താമസിക്കുന്നത്, ഗ്രാമത്തിലോ പട്ടണത്തിലോ. എൻ്റെ അച്ഛൻ്റെ പേര് എഴുതുക. എൻ്റെ അമ്മയുടെ പേര് എഴുതുക. എനിക്ക് ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയുണ്ട്. ഇനി ഒന്നിലധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ആ ആക്ടിവിറ്റി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അടുത്തത് നോക്കൂ, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ കുടുംബമായി എത്തുന്നത്? എവിടെ നിന്നൊക്കെയാണ്? അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്. ഇവിടെ നിന്നാണ് മെയിനായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഈ അതിഥി തൊഴിലാളികൾ വരുന്നത്. അടുത്തത്, നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയല്ലോ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി, ഒഴിവു സമയം ചിലവഴിക്കുന്ന രീതികൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലപ്പെടുത്തിയ വ്യക്തിഗത പ്രൊഫൈല് ഉണ്ടാക്കാൻ ശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എൻ്റെ ഹോബികൾ എന്തൊക്കെ എഴുതാം? ചിത്രം വരയ്ക്കുക, കഥകൾ വായിക്കുക, സംഗീതം കേൾക്കുക, ക്രിക്കറ്റ് കളിക്കുക, നൃത്തം ചെയ്യുക, TV കാണുക, ക്രാഫ്റ്റ് വർക്ക് ചെയ്യുക തുടങ്ങിയവയാണ്. അതുപോലെ എൻ്റെ ആഗ്രഹം അധ്യാപകൻ, ഡോക്ടർ, ഓഫീസർ, ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് എഴുതാം. എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. എല്ലാ ജീവജാലങ്ങളോടും ഞാൻ ദയയുള്ളവനാണ്. ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾ വെച്ച് ചേർത്തെഴുതാവുന്നതാണ്. അടുത്തത്, നിങ്ങളും ഇവർക്കൊപ്പം യാത്രക്ക് ഒരുങ്ങുകയല്ലേ? നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകൾ? താഴെ നിങ്ങളെ വരച്ചു ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ എഴുതി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്പേസ് ഉണ്ട് നിങ്ങളെ വരക്കാൻ. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങളെ വരയ്ക്കുക. അതിനുശേഷം എഴുതേണ്ടത്, അതെ, യാത്ര പോകാൻ ഞാൻ വളരെ ആവേശത്തിലാണ്. മാതാപിതാക്കളിൽ നിന്ന് സമ്മതം വാങ്ങാൻ എനിക്ക് നന്നായി ശ്രമിക്കേണ്ടി വന്നു. യാത്രക്കിടെ കഴിക്കാൻ അമ്മ എനിക്ക് ലഘുഭക്ഷണം തന്നുവിട്ടു. എൻ്റെ സുഹൃത്തുക്കൾക്കും പീലിക്കും അവളുടെ കുടുംബത്തിനും വേണ്ടി കൂടി അമ്മ തന്നുവിട്ടു. അപ്പോൾ ഇത് ഒരു കുട്ടിയുടെ തോട്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മാറ്റി എഴുതാവുന്നതുമാണ്, അല്ലെങ്കിൽ ഇത് തന്നെ എഴുതാം. അടുത്തത് നോക്കൂ, വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ഇവർ എങ്ങനെയാവും ഇത്ര അടുപ്പമുള്ള കൂട്ടുകാരായത്? നമുക്കറിയാം, പീലിയുടെ കൂട്ടുകാരെല്ലാവരും വളരെയധികം അടുപ്പത്തിലാണ് അല്ലേ? പക്ഷെ ഓരോരുത്തരും ജീവിച്ചതും ഓരോരുത്തരും വരുന്നതും ഓരോ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ്, ഓരോ ജീവിത രീതികളിൽ നിന്നാണ്. എങ്ങനെയാവും ഇവർ ഇത്ര അടുപ്പമുള്ള കൂട്ടുകാരായത് എന്നാണ് ചോദ്യം. ഇവർ സുഹൃത്തുക്കളാകാൻ ഇടയായ സാഹചര്യം സങ്കല്പിച്ച് എഴുതാൻ പറയുന്നുണ്ട്. എന്തെഴുതാം? ഒരുമിച്ച് സമയം ചെലവഴിക്കാനും പരസ്പരം സഹായിക്കാനും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ സുഹൃത്തുക്കൾ ഇത്രയും അടുപ്പത്തിലായത്. അവർ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്ന് വന്നവരാണെങ്കിലും അവർ പരസ്പരം ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും പരസ്പരം നന്നായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ? ഓരോ കൂട്ടുകാരും ഓരോ വ്യത്യസ്ത ജീവിത രീതികളിൽ നിന്ന് വരുന്നവരായിരിക്കും. പക്ഷേ നിങ്ങൾ ഭയങ്കര സുഹൃത്തുക്കൾ, ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇനി നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രക്കായി കരുതും? എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക? നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച് ചിന്തയും അവിടെ എഴുതി ചേർക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ബാഗ്, വസ്ത്രങ്ങൾ, ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ലഘുഭക്ഷണം തുടങ്ങിയവ ഇതെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വരക്കാം. പീലിയുടെ ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാൻ എനിക്ക് കൊതിയാകുന്നു. എൻ്റെ കൂട്ടുകാരോടൊപ്പം എനിക്ക് ആ കാഴ്ചകൾ ആസ്വദിക്കണം. അങ്ങനെ എഴുതാം. മറ്റൊന്ന്, യാത്രാഗാനങ്ങൾ അറിയാമോ? അവ ശേഖരിച്ച് ക്ലാസ്സിൽ സംഘമായി അവതരിപ്പിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യാത്രാഗാനം എഴുതാനാണ്. ഇവിടെ ഒരു യാത്രാഗാനം തന്നിട്ടുണ്ട്. ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. ഇതൊരു യാത്രാഗാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് യാത്രാഗാനങ്ങൾ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. മറ്റൊന്ന് നോക്കൂ, ഇവിടെ അതാ പീലി, എത്ര നേരമായി ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുന്നു, എന്താ വൈകിയത് എന്ന് പീലി ചോദിക്കുന്നുണ്ടല്ലേ? ഇതിന് പീലിക്കുള്ള മറുപടി എന്തായിരിക്കും? എന്താണ്? നിങ്ങളുടെ ഗ്രാമത്തിലെ കുളങ്ങളുടെയും പുഴയുടെയും നെൽവയലുകളുടെയും കുന്നുകളുടെയും ഒക്കെ മനോഹാരിതയിൽ മതിമറന്നു പോയതിനാലാണ് ഞങ്ങൾ വൈകിയത് എന്നാവും കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവുക. മറ്റൊന്ന്, പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പീലിയുടെ ഗ്രാമം വളരെ സുന്ദരമായിരിക്കും. പുഴകളും തോടുകളും വയലുകളും കുന്നുകളും ഒക്കെ ഉണ്ടാകും. വാഹനങ്ങളുടെ തിരക്കോ ബഹളമോ ഉണ്ടാകില്ല. ആളുകൾ വളരെ
നല്ലവരായിരിക്കും അല്ലേ. ഇതൊക്കെയാണ് പ്രതീക്ഷ. ഇനി നമുക്ക് പീലിയുടെ അച്ഛനെ അഭിമുഖം ചെയ്താലോ, അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പീലിയുടെ അച്ഛൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു അല്ലേ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കാം. ഇത്രയും സ്വാദിഷ്ടമായ മീൻകറി എങ്ങനെയാണ് പാകം ചെയ്യുന്നത്? ഏതുതരം വിളകളാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നത്? ഏതൊക്കെ മൃഗങ്ങളെയാണ് വളർത്തുന്നത്? വിളകളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ എന്തൊക്കെ നടപടികളാണ് കൈക്കൊള്ളുന്നത്? നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് വിൽക്കുന്നത്? പുതിയ തലമുറയ്ക്ക് എന്ത് ഉപദേശമാണ് നിങ്ങൾ നൽകുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പീലിയുടെ അച്ഛനുമായിട്ട് നമുക്ക് ചോദിക്കാം. അടുത്തത്, എന്തുകൊണ്ടാവും ഒരേ നഗരത്തെ പറ്റി വിക്കിയും അപ്പുവും രണ്ടു തരം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ? വിക്കി പറയുന്നതും അപ്പു പറയുന്നതും രണ്ടുപേരും പട്ടണങ്ങളിൽ നിന്നാണ്, പക്ഷെ രണ്ടുപേരും പറയുന്നത് രണ്ടു തരത്തിലുള്ള അഭിപ്രായമാണ്. എന്തുകൊണ്ട്? വിക്കിക്കും അപ്പുവിനും ഒരേ നഗരത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവരുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഇൻ്റർനെറ്റും വൈഫൈയും മൊബൈൽ ഗെയിമുകളും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും വിക്കിക്ക് ലഭിച്ചിരുന്നതിനാൽ വിക്കി നഗരത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ അപ്പുവിന് നഗരത്തേക്കാൾ ഗ്രാമമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം ഗ്രാമത്തിൻ്റെ മനോഹാരിതയും ശാന്തതയും അവന് കൂടുതൽ സന്തോഷം നൽകി. അടുത്തത്, നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകൾ, സ്ഥിരം ചന്തകൾ, വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ. മുതിർന്നവരുടെ ഒപ്പം അവ സന്ദർശിച്ച് അവിടുത്തെ ഇടപാടുകളെക്കുറിച്ച് നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്. ഗ്രാമങ്ങളിൽ ആഴ്ച ചന്തകൾ സാധാരണമാണ്. തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഗ്രാമവാസികൾ ഇവിടെ എത്തുന്നു. ധാന്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കരകൗശല വസ്തുക്കൾ, വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ ഇത്തരം ചന്തകളിൽ ലഭ്യമാണ്. കർഷകർ പഴങ്ങൾ, പച്ചക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവ വിൽക്കാൻ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇനി നിങ്ങൾക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായം പങ്കുവച്ചു. നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ? ഗ്രാമക്കാഴ്ചകൾ നിങ്ങളെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്നിവിടെ ചേർക്കാനാണ്. അപ്പോൾ പീലിയുടെ കൂട്ടുകാരൊക്കെ അവരുടെ അഭിപ്രായം പറഞ്ഞു. നമ്മൾ നമ്മുടെ അഭിപ്രായമാണ് എഴുതേണ്ടത്. പീലിയുടെ ഗ്രാമം വളരെ ശാന്തവും മനോഹരവുമാണ്. ധാരാളം കുളങ്ങളുണ്ട്. ഈ കുളങ്ങളിൽ കുട്ടികൾ നീന്താൻ പഠിക്കുന്നു. ധാരാളം നെൽപ്പാടങ്ങളുണ്ട്. കൊയ്ത്തിനു ശേഷം രണ്ടാം വിളയിറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിൽ കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കുന്നു. ഗ്രാമത്തിൽ വിവിധ തരത്തിലുള്ള ഉത്സവങ്ങളുണ്ട്. ഗ്രാമവാസികൾക്ക് സാധനങ്ങൾ വാങ്ങാൻ അവർ ഉണ്ടാക്കിയവ വിൽക്കാനും ആഴ്ച ചന്തകളുണ്ട്. പീലിയുടെ ഗ്രാമത്തിലെ ഈ കാഴ്ചകൾ എനിക്കും സുഹൃത്തുക്കൾക്കും നല്ലൊരു അനുഭവമായിരുന്നു. ഇനി അടുത്തത്, 4 പേരും അവരുടെ മുൻധാരണ തിരുത്തി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പീലിയുടെ ഗ്രാമങ്ങളിലൂടെ, അത് നമ്മൾ പറഞ്ഞതാണ് പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചിട്ട്. അപ്പോൾ പീലിയുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാനാണ്. നഗരത്തേക്കാൾ മനോഹരമാണ് ഗ്രാമം. ശുദ്ധജലവും ശുദ്ധവായുവും വൃത്തിയുള്ള ചുറ്റുപാടും കൊണ്ട് അനുഗ്രഹീതമാണ് ഗ്രാമങ്ങൾ. ഗ്രാമങ്ങളിലെ ഭൂരിഭാഗം ആളുകളും കർഷകരാണ്. ഇവിടെ ധാരാളം ഉത്സവങ്ങളുണ്ട്. എല്ലാവരും ഉത്സവങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും ഇല്ലെങ്കിലും ആളുകൾ ഗ്രാമങ്ങളിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ ധാരാളം കളിസ്ഥലങ്ങളും മറ്റും ഗ്രാമങ്ങളിലുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചിട്ട്. ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.